പറഞ്ഞതങ്ങനെ തന്നെ പാതിരാവായല്ലോ ഭഗ്നി കുറഞ്ഞൊന്നുറങ്ങിട്ട് ഞാൻ ഉലകിരേഴും നിറഞ്ഞ കൃഷ്ണനെ കാണാൻ നിറഞ്ഞ കൃഷ്ണനെ കാണാൻ പുലർകാലെ പുറപ്പെടാം അറിഞ്ഞു വല്ലതും കൂടി തന്നയക്കണം അവലുമാ മലരുമാ ശക്തി മലർക്കന്യ മണവളനൊക്കെയുമാവാ പറഞ്ഞതങ്ങനെ തന്നെ പറഞ്ഞതങ്ങനെ തന്നെ പാതിരാവായല്ലോ കുറഞ്ഞൊന്നുറങ്ങട്ടെ ഞാൻ ഉലകിരഴും നിറഞ്ഞ കൃഷ്ണനെ കാണാൻ മതി. താഴത്തങ്ങാടിയിൽ ആവേശത്തുഴയെറിയാൻ ഇനി ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. ഒരുക്കങ്ങളെല്ലാം തകൃതിയായി തന്നെ നടക്കുന്നു. നമ്മുടെ കൂടെ ഇന്ന് കുറെ അതിഥികളുണ്ട്. അവരുടെ പഴയകാല ഓർമ്മകൾ നമ്മളുമായി പങ്കുവെക്കുകയാണ്. എന്തായാലും നമുക്ക് ആ കാഴ്ചകളും വിശേഷങ്ങളും ഒന്ന് കേട്ടിട്ട് വരാം. കോട്ടയം താഴത്തങ്ങാടി എന്ന് പറഞ്ഞാൽ പ്രശസ്തിയാർജിച്ച ഒരു സ്ഥലമാണ്. വാണിജ്യമായിരുന്നു പണ്ട് കാലത്ത്. ഈ മീനച്ചിലാറിൻ്റെ ഒരു വശം തൊട്ട് അങ്ങേയറ്റം വരെ ഓരോ വ്യക്തികൾക്കും 5, 8, 10 വള്ളങ്ങളുണ്ട്, കേവ് വള്ളങ്ങളുണ്ട്. ആ വള്ളത്തിലാണ് കൊച്ചി, എറണാകുളം മുതലായ സ്ഥലങ്ങളിലേക്ക് ശർക്കര, റബ്ബർ ആദ്യമായി എല്ലാം കയറ്റിവിടുന്നത്. അതാണ് അങ്ങാടി. താഴത്തെ അങ്ങാടി, ഉത്തരങ്ങാടിയുണ്ട്, വലിയങ്ങാടിയുണ്ട്. അതൊക്കെ കഴിഞ്ഞിട്ടാണ് താഴത്തങ്ങാടി. യാത്രാ സൗകര്യത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് താഴത്തങ്ങാടി. ഈ വള്ളംകളിയെ സംബന്ധിച്ച് പറയുവാണെങ്കിൽ ഇപ്പോൾ 123 വർഷമായി. നമുക്ക് 77, അതിന് മുമ്പ് ഉണ്ടായിരുന്നു. അതിന് ഞങ്ങൾക്കറിയാൻ മേലാത്ത, ഞാൻ കണ്ടിരിക്കുന്ന എലീസലാസീസ് എന്ന് പറഞ്ഞ ഒരു, അപ്പോൾ ആ പുള്ളിയുടെ കാലം തൊട്ടാണ് കോട്ടയം മത്സര വള്ളംകളി എന്ന് പറഞ്ഞ് തുടക്കം ആരംഭിച്ചതിന് വെള്ളി കൊണ്ടുള്ളൊരു കപ്പൊക്കെ ഉണ്ടാക്കി, വെള്ളിക്കപ്പൊക്കെ ഉണ്ടാക്കിയാണ്. അന്ന് നല്ല രസമായിരുന്നു. എൻ്റെ ഓർമ്മ വെച്ച് നോക്കുമ്പോൾ ഈ ആലമൂട് തൊട്ട് അങ്ങ് ഫിനിഷിംഗ് പോയിന്റ് വരെ കടലിൽ നിന്ന് വെളുത്ത മണ്ണ് കൊണ്ടുവന്നിട്ട് ഈ രാജാവിന് പോകാനായിട്ട് വഴി മുഴുവൻ ഇട്ടിരിക്കുക. ഈ വഴി മുഴുവനും അങ്ങ് വരെ ഇട്ടിട്ട് അങ്ങേർക്ക് പ്രത്യേകം ഇരിപ്പിടമൊക്കെ ഉണ്ട്. അതൊക്കെ പൊളിച്ചു കളഞ്ഞു. വേറെ ഇങ്ങനത്തെ കല്ലറക്കൽ എന്ന് പറയും വീടുണ്ട്. അതിൻ്റെ വാതൊക്കെ നല്ല ഒരു ചായ പോയി നല്ല രസമായിട്ടുള്ള, അതല്ല അന്ന് രാജാവ് ഇരിക്കുന്നത്. അങ്ങപ്പുറത്ത് വള്ളംകളി ഫിനിഷിങ്ങൊക്കെ കാണുന്നത്. അതാണ് ആദ്യത്തെ വള്ളംകളി അന്ന് തുടങ്ങിയിരിക്കുന്നത്. പിന്നെ ഇങ്ങോട്ടുള്ള ഞങ്ങളെ ഒരു 4-5 വയസ്സ് തൊട്ടുള്ള ഓർമ്മയുള്ളൂ ഞങ്ങൾക്കൊക്കെ. അന്നുതൊട്ട് ബോട്ട് ക്ലബ്ബൊക്കെ ഉണ്ട്. കോട്ടയം ബോട്ട് ക്ലബ്ബ് ഞങ്ങളൊക്കെ പിള്ളേരായിട്ട് കൂടി നടക്കുന്ന സമയമാണ്. CBL ഏറ്റെടുത്തതിനോട് ഒത്തിരി ആശ്വാസമായി. അത് 9 വള്ളങ്ങൾ അവർ 8 സ്ഥലത്ത് മത്സരിക്കുന്നു. അത് രണ്ടാമത്തെ മത്സരം. ഒന്ന് ആലപ്പുഴ, രണ്ടാമത് ഇവിടെയാണ്. ഭയങ്കരമായ മത്സരമാണ്. ആയി കഴിഞ്ഞ് പിന്നെ ക്ലബിൻ്റെ വകയായിട്ട് ചെറിയ വള്ളങ്ങൾ, ഇരുകരയിലും കുമ്മനവും കോട്ടയം കൂടെ കൂടുമ്പോൾ തന്നെ ഒരാളായി. പിന്നെ ഏറ്റവും പ്രധാനം എന്ന് പറയുന്ന ഇവിടുന്ന് കെട്ടിച്ചു വിട്ട പെണ്ണുങ്ങൾ, ഇവിടുന്ന് പോയ ആൾക്കാർ, ഇവരെല്ലാവരും വരും. സത്യം പറഞ്ഞാൽ ഈ താഴത്തങ്ങാടിയും കുമ്മനത്തുള്ള സകല വീട്ടുകാർക്ക് അന്ന് ഭയങ്കര ചിലവുള്ള ദിവസം. ഒരു വീട്ടിൽ 10-15 പേര് കാണും, അല്ലാതെയും വരും. പിന്നെ പലതരത്തിലുള്ള പരിപാടികളൊക്കെ എല്ലാം നല്ല രസമാണ്. അങ്ങനെ അടിച്ചു പൊളിക്കുന്ന ഒരു ഭയങ്കര ഉത്സവം, ദേശീയ ഉത്സവമാണ് കോട്ടയം താഴത്തങ്ങാടി മത്സര വള്ളംകളി. പഞ്ചായത്തിന്റെ ഇത് മുനിസിപ്പാലിറ്റിയുടെ 2 കൂട്ടരും കൂടെ റോഡുകൾ വൃത്തിയാക്കുക, സൈഡുകളിലുള്ള ചെറിയ ചെറിയ മരങ്ങൾ വെട്ടി എല്ലാം വൃത്തിയാക്കുക, പിന്നെ കുഴികളൊക്കെ ആ സമയത്തുള്ള എല്ലാം അടയ്ക്കുക, പിന്നെ വള്ളങ്ങളുടെ ആറെല്ലാം കൂടെ വൃത്തിയാക്കിയിട്ട് അതിന് വള്ളം പോകാനുള്ള 4 ടാക്ക് അടിക്കുവാണ്. അതൊക്കെ അതിന്റെ ഭാഗമായിട്ട്, വള്ളംകളിയുടെ ഭാഗമായിട്ടുള്ള സംഗതികളാണ്. പിന്നെ ഫിനിഷിംഗ് പോയിന്റ് അത് അങ്ങേയറ്റാണ് ഇതിലിരിക്കുന്നത്. അതും എല്ലാം കൂടെ നല്ലതായിട്ട് വൃത്തിയാക്കും, പൗരനൊക്കെ വെച്ച്. പിന്നെ സ്റ്റാർട്ടിങ് ഈ സ്ഥലത്താണ്. അവിടുന്ന് വേണ്ട ഒരുക്കങ്ങളെല്ലാം അവിടെയും ചെയ്യും, ഇരുകരകളും ചെയ്യും. പിന്നെ 6 മുഴുവൻ ക്ലീൻ ആവുകയും ചെയ്യും. കാണികൾ കാണുന്ന വള്ളം ഏരി അടിച്ച സൈഡിൽ കെട്ടി നിർത്തും. അതിനകത്ത് കാണികളുള്ള വള്ളങ്ങൾ ഇടുന്നത്. കാണികൾ വള്ളത്തെ കെട്ടുള്ളത് ഈ ഏരി അടിച്ച ഏരിക്ക് അപ്പുറത്താണ് കാണികളുള്ളത്. ഇപ്പൊ കാഴ്ചക്കാരൊക്കെ കരയ്ക്കുള്ള അങ്ങനെ ഏരിയയിൽ വള്ളമൊന്നും ഇപ്പൊ ഇല്ല. പണ്ട് അതൊക്കെ ഇടാണ്. പണ്ട് കുടുംബം അടച്ച് വള്ളത്തെ വരും കാണികളുടെ വള്ളം. ആ കുടുംബക്കാർ വിടണം. ഏരി അടിക്കുന്നതിനപ്പുറേ അകത്ത് വള്ളത്തെ കെട്ടുള്ളതേ കാണുന്നത്.